വീണ്ടും നമ്മളൊരു വണ്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വെറൈറ്റിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പഴയ വണ്ടി, ഇല്ലെങ്കിൽ മോഡിഫൈഡ് വണ്ടി, ഇല്ലെങ്കിൽ പെർഫോമൻസ് വണ്ടികൾ, ഇല്ലെങ്കിൽ പുത്തൻ വണ്ടികൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പെട്രോൾ വണ്ടി പ്രാന്തന്മാരുടെ എക്കാലത്തെയും പ്രാന്തായ ഒരു വണ്ടിയാണ്, ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് 2 വേർഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. വണ്ടിപ്രാന്തുള്ളവരെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ വണ്ടികളും അവർക്ക് ഇഷ്ടമായിരിക്കും, എല്ലാ വണ്ടികളോടും ഒരേ തരത്തിലുള്ള ഭ്രാന്ത് കാണും. പിന്നെ പെർഫോമൻസ് അനുസരിച്ച്, പവർ അനുസരിച്ച്, അല്ലെങ്കിൽ വണ്ടിയുടെ ലുക്ക് അനുസരിച്ച് ഈ വണ്ടികളോട് അടുപ്പമുള്ള ആളുകളായിരിക്കാം. പിന്നെ മറ്റൊന്ന് പറയാൻ നമ്മൾ പെട്രോൾ ഹെഡ്സ് എന്ന് പറയും. അതായത് പെട്രോൾ വണ്ടികളോട് മാത്രമായിരിക്കും അവർക്ക് താല്പര്യം. പെട്രോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇച്ചിരി പവർ കൂടിയ പെട്രോൾ വണ്ടികൾ, അങ്ങനത്തെ. നമ്മുടെ നാട്ടിലെയൊക്കെ പെട്രോൾ ഹെഡ്സിന്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടികളിൽ ഒന്നാണ് ഇന്ന് നമ്മുടെ ഇരിക്കുന്ന വണ്ടി, ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് 2. ടൈപ്പ് 1, ടൈപ്പ് 2 ആണ് ഇപ്പോഴും മാർക്കറ്റിൽ. നമ്മൾ ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെക്കുക, അതുപോലെ ഡിമാൻഡ് ഉള്ളൊരു സാധനമാണ്. അതായത് സ്വർണം വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പിന്നെ ആ വിലയ്ക്ക് വിൽക്കാം. അതുപോലെയാണ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈപ്പ് 1 ഹോണ്ട സിറ്റിയോ ടൈപ്പ് 2 ഹോണ്ട സിറ്റിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോൾ വിൽക്കാൻ നോക്കിയാലും നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന ആ ഏകദേശ വിലയ്ക്ക് അത് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും, നിങ്ങൾ ഡെസ്പറേറ്റ് സെയിൽ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ് നമ്മളെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 1300 cc 90 bhp പവറുള്ള പെട്രോൾ എഞ്ചിനാണ്. ടൈപ്പ് 2 പെട്രോൾ എഞ്ചിനാണ്, ടൈപ്പ് 2 വണ്ടിയാണ്. ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് 2 വണ്ടിയാണിത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾട്രേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഈ വണ്ടി നമ്മുടെ സർക്കിളിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളായി. ഇപ്പം നമ്മുടെ തന്നെ സുഹൃത്തായ ഓട്ടോ ഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ മുതലാളി അരുണിന്റെ കയ്യിലാണ് ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ തന്നെ സുഹൃത്തായ ബിജു എന്ന് പറയുന്ന അച്ചാന്റെ കയ്യിലായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ തന്നെ സുഹൃത്തായ ഷിബു എന്ന് പറയുന്ന ആളുടെ കയ്യിലായിരുന്നു. ഇതിപ്പോ നമ്മുടെ സർക്കിൾ വിട്ട് ഈ വണ്ടി പുറത്ത് പോകത്തില്ല, ആ കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഈ വണ്ടിയെ പറ്റി അത്ര നന്നായിട്ട് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്കെല്ലാം അറിയാം, ആളുകൾക്കെല്ലാം ഈ വണ്ടി താല്പര്യവുമാണ്. ശരിക്കും ഇതിനകത്ത് കസ്റ്റം സീറ്റ്സ് ആണ്, കസ്റ്റം സീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോർ പാനലുകളെല്ലാം നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മളൊരു നോർമൽ ഹോണ്ട സിറ്റിയിൽ കാണുന്ന ഡോർ പാനലുകളല്ല, ഈ ഡോർ പാനലുകളെല്ലാം കസ്റ്റമൈസ് ചെയ്തതാണ്. വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റി, എഞ്ചിൻ പവറിനെ പറ്റിയോ പറയാറുണ്ട് ആവശ്യമില്ല. കാരണം ഹോണ്ടയുടെ എഞ്ചിനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ഹോണ്ട പെർഫോമൻസിന്റെ ഇതിലെ ഹോണ്ട നമ്പർ 1 ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യപ്പെട്ട ഏതാനും വണ്ടികളിൽ ഒന്ന് എന്നുള്ള നിലയിൽ ഈ മോഡൽ വണ്ടികളിലൊന്നും ഹോണ്ട യാതൊരു രീതിയിലുള്ള റിസ്കുകൾ എടുത്തിട്ടില്ല എഞ്ചിൻ സൈഡ്. അതുകൊണ്ട് തന്നെയാണ് 2002 മോഡലായ ഈ വണ്ടി ഇപ്പോഴും യാതൊരു എഞ്ചിൻ കംപ്ലൈന്റും ഇല്ലാതെ ഇന്ത്യൻ നിരത്തുകളിലൂടെ നമുക്ക് ധാരാളമായിട്ട് ഓടുന്നത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരു 1 ലക്ഷം തൊട്ട് അത്യാവശ്യം നല്ല വണ്ടികൾ, 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ, 1 ലക്ഷം തൊട്ടാണ് ഞാൻ പറയുന്നത്, 1 ലക്ഷത്തിൽ താഴെ കിട്ടുവാണെങ്കിൽ അത് തീരെ ഓടി അലന്നതോ അല്ലെങ്കിൽ അതുപോലെ നശിച്ച വണ്ടി ആയിരിക്കാം. ഇടയ്ക്ക് കിലുകില സൗണ്ട് കേൾക്കുന്നത് ഇതിന്റെയാണ്, നിങ്ങൾ വണ്ടിയുടെ സൗണ്ടാണെന്ന് വിചാരിക്കുന്നത്. 1 ലക്ഷത്തിന് മുകളിലോട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ഹോണ്ട സിറ്റിയുടെ ടൈപ്പ് 2, ടൈപ്പ് 1 വണ്ടികൾ കിട്ടും. ഇപ്പൊ ടൈപ്പ് 2ൽ തന്നെ നിങ്ങൾക്ക് 1.5 ഉണ്ട്, 1.3 ഉണ്ട്. 1.5 കുറച്ചുകൂടെ പവർ കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. 1.3 മോശം പറയാനില്ല, കാരണം നമ്മുടെ സ്ഥിരം കാറ് പോകുന്ന റൂട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ നല്ല കയറ്റങ്ങളൊക്കെ ഉള്ള റൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കിപ്പോൾ ഏകദേശം ആ റൂട്ട് ഫെമിലിയർ ആയി. യാതൊരു രീതിയിലുള്ള പെർഫോമൻസ് ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വലിയ ഫാക്ടറാണ് കേട്ടോ. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലൊരു ലോറി കിടന്ന് കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സ്ലോ ചെയ്തത്. വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വലിയ ഫാക്ടറാണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികൾ എപ്പോഴും നല്ല പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെക്കും. നല്ല എഞ്ചിനാണെന്നോ നല്ല സ്പെക്സ് ആണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആ വണ്ടി എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഒരു ഡ്രൈവ് ഇത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എക്സ്റ്റീരിയർ, ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണേണ്ട ഒരു മെയിൻ ഫാക്ടർ. അതാണ് നിങ്ങളെ ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഇതൊരു മോഡിഫൈഡ് വണ്ടിയാണ്. മോഡിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിലും അങ്ങനെ വലിയ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല.
എന്നാലും കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസ്, ലൈക്ക് പെയിന്റിങ്, അലോയ് വീൽസ്, പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഇന്റീരിയറിലാണെങ്കിൽ സീറ്റ്സ്, അതിന്റെ ഡോർ പാനലുകൾ, കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ അതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമുക്കൊരു 2002 മോഡൽ വണ്ടി ഓടിക്കുന്നുള്ളൊരു ഫീല് ഒരു രീതിയിലും കിട്ടത്തില്ല. കാരണം എല്ലാ രീതിയിലുള്ള റെസ്പോൺസ്, വണ്ടിയുടെ റെസ്പോൺസ് അത് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ബ്രേക്ക് ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗിന്റെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് ഇപ്പോഴും തരാൻ ഈ വണ്ടിക്ക് സാധിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ആ ഒരു മാനുഫാക്ചറിങ്ങിന്റെ ഒരു വലിയ പോസിറ്റീവ് സൈഡ് തന്നെ വേണം പറയാൻ. പിന്നെ അരുണിനെ സംബന്ധിച്ച് അരുൺ ഒരു ഗ്യാരേജ് നടത്തുന്ന ആളായതുകൊണ്ട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിടും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷൻ വേണ്ട. പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെ അധികം വലിയ പ്രശ്നങ്ങൾ വരുന്നൊരു എഞ്ചിനല്ല ഹോണ്ടയുടെ. നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാവുന്ന ഹോണ്ടയുടെ 1-2 മോഡലുകളിൽ ഒന്നാണ് സിറ്റി എന്ന് പറയുന്നത്. പെട്രോൾ വേർഷനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡീസൽ വേർഷനെ പറ്റി എനിക്ക് വലിയൊരു ഗ്രാഹ്യമില്ല. കാരണം ഞാൻ ഹോണ്ടയുടെ ഡീസൽ വണ്ടികൾ ഞാൻ അധികം അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇതിലിരിക്കുന്ന എക്സോസ്റ്റ് കസ്റ്റം മെയ്ഡ് എക്സോസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സീൻ കാണിക്കാൻ നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും അതിന്റെ വ്യത്യാസം എങ്ങനെയുണ്ടെന്ന്. വണ്ടികൾ പരിചയപ്പെടുത്തുന്നത് പോലെ അതിന്റെ ഇന്റീരിയറിലെ ഫീച്ചേഴ്സ്, ഫെസിലിറ്റീസ് ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിൽ AC സ്വാഭാവികമായിട്ട് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തതാണ്. സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, അതല്ലാതെ എക്സ്ട്രാ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ AC ഒക്കെ ഇത്രയും പഴയ വണ്ടിയല്ലേ, AC ഒക്കെ പോയി കാണുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് ഗ്ലാസ് ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ AC നല്ലപോലെ പെർഫെക്റ്റായി കണ്ടീഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കത്തില്ല. അപ്പോൾ AC ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കൂളിംഗ് ഉണ്ട്. പിന്നെ പവർ വിൻഡോസ്, ഓൾ ഡോർ പവർ വിൻഡോസ് ആണ്, സെന്റർ ലോക്കിംഗ് ഉണ്ട്. ഇതെല്ലാം ഈ വണ്ടിയിലുണ്ട്. റിയർ നമ്മുടെ വിൻസ്ക്രീനിൽ നമ്മുടെ ഡിഫോഗർ ഉണ്ട്. അങ്ങനെ ബേസിക് ആയിട്ട് ഒരു നമ്മുടെ പഴയ കാലത്തെ ഒരു ലക്ഷറി വണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അന്നൊക്കെ ഇതൊക്കെ കിട്ടുക പറഞ്ഞാൽ ലക്ഷറി തന്നെയാണ്. ഇപ്പോഴാണ് നമ്മുടെ എല്ലാ വണ്ടികളുടെയും ബേസ് മോഡലുകളിൽ ഇത് വന്നു തുടങ്ങിയത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കുറച്ചു നേരം വെളിയിലെ കാഴ്ചയിലോട്ട് കാണാം. നല്ല റോഡുകൾ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് വെളിയിലോട്ട് നോക്കാം. അല്ലേ, ഞാൻ നേരത്തെ ഹോണ്ട സിറ്റി 2020 മോഡലിന്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം. ഗ്രൗണ്ട് ക്ലിയറൻസ് ഹോണ്ട സിറ്റി വാഹനങ്ങളിൽ അല്പം കുറവായിരിക്കും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള യാത്രാസുഖം വണ്ടിയുടെ ആ ഒരു ട്രാവലിംഗ് പാർട്ടിൽ നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടാറുണ്ട്. കാറുകളെല്ലാം ഒരേ റൂട്ടിൽ തന്നെ ഓടിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വണ്ടിയിൽ നിന്നും മറ്റൊരു വണ്ടി എങ്ങനെയാണ് വ്യത്യാസമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പെർഫോമൻസിൽ നമുക്കൊരു വ്യത്യാസം വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേ സെയിം റൂട്ടിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. നമ്മൾ റൂട്ട് മാറി മാറിയാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് ആ പെർഫോമൻസിന്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാരണം ഈ റോഡ് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപോലെ കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, വളവുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ നമ്മൾ എടുത്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി, ബ്രേക്കിംഗ്, സ്റ്റിയറിംഗ് റെസ്പോൺസ്, അതുപോലെ തന്നെ എൻജിൻ പവർ, AC-യുടെ പവർ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അറിയാൻ നമുക്ക് എളുപ്പമാണ് ഈ റൂട്ടിൽ എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ ഈ റൂട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മുടെ മണ്ണീറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിലെ ടൂറിസത്തിൽ അത്യാവശ്യം പേരുകേട്ട ഒരു ലൊക്കേഷനാണ്. ഇവിടെ നമുക്ക് കൊട്ടവഞ്ചി സവാരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഒരു ട്രാവൽ
വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തി നിങ്ങളെ കാണിക്കാനായിരിക്കും. കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്, അടവി എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ട്, അതുപോലെ മണ്ണീറ വെള്ളച്ചാട്ടം ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു ദിവസം ട്രാവലായിട്ട് നമുക്ക് ട്രാവൽ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കാം. അപ്പം നമുക്ക് ഇതിപ്പം നമ്മൾ വണ്ടിയുടെ ആ ഒരു സെയിം ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റിയറിംഗ് റെസ്പോൺസ്, ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ഹോണ്ടയുടെ ആ ഒരു പാടം നിങ്ങൾ നോക്കി അറിയാൻ കേട്ടോ, വരയ്ക്കകത്ത് നിന്ന് തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് സ്റ്റിയറിംഗ് റെസ്പോൺസിൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ വണ്ടി തിരിയണമെന്ന് ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ വണ്ടി തിരിയുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റെസ്പോൺസ് തരുന്നുണ്ടെന്നാണ്. കേട്ടില്ലേ, അത് നമ്മളൊരു പടം വരയ്ക്കുന്ന ലാഘവത്തിൽ നമുക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ്, എല്ലാവർക്കും പടം വരയ്ക്കാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും എന്ന് വിചാരിക്കരുത്. ഞാൻ ജസ്റ്റ് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. വണ്ടിയുടെ ഹോൺ കണ്ടതല്ലേ, നല്ല കിടക്കാച്ചി ഹോണല്ലേ. എനിക്ക് പൊതുവെ ഇങ്ങനെ വിൻടോൺ എന്ന് പറയുന്ന ഈ മോഡലുള്ള ഹോണുകളാണ് ഇഷ്ടം. ഞാൻ നിങ്ങൾ നേരത്തെ എൻ്റെ വണ്ടിയുടെ റിവ്യൂകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിലെ ഹോണുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടി 2002 മോഡലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2002 മോഡലാണ് ഈ വണ്ടി. റീടെസ്റ്റ് കഴിഞ്ഞാണ്. അപ്പോൾ ഏകദേശം 18 വർഷം പഴക്കമുള്ള വണ്ടിയാണ് നമ്മൾ ഈ വെച്ചലക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻജിൻ റിലയബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ നമ്മൾ പ്രത്യേകം ആലോചിക്കണം. നമ്മുടെ ഹോണ്ടയുടെ എൻജിനുകൾ നമ്മൾ എത്രത്തോളം നമുക്ക് റിലയബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ തിരിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയറോടൊന്ന് കാണാം. എക്സ്റ്റീരിയറോടൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ നമുക്കൊന്ന് കാണാം. നല്ല കിടുക്കൻ ലൊക്കേഷനല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം ഓടിച്ച 2020 ഹോണ്ട സിറ്റി ടൈപ്പ് 2 വണ്ടി. ഈ കളർ നല്ല ക്യൂട്ട് കളറല്ലേ. ഇതിൻ്റെ ബമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റം മെയ്ഡ് ബമ്പേഴ്സാണ്. സൈഡിൽ നിങ്ങൾക്ക് കാണാം ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം അല്ലേ. ഭയങ്കര ക്യൂട്ടാണ് ഈ വണ്ടി കാണാൻ. ഇതിൻ്റെ കളർ കണ്ടില്ലേ. അപ്പോൾ കസ്റ്റം പെയിൻറ്റഡാണ്, കമ്പനി വരുന്ന പെയിൻറ്റ്സ് അല്ല. അലോയ്സ് 15 ഇഞ്ച് അലോയ്സ് ആണ്. 15 ഇഞ്ച് അലോയ്സിൻ്റെ കൂടെ നമ്മുടെ കോണ്ടിനെൻ്റലിൻ്റെ ടയേഴ്സാണ് ഇട്ടിരിക്കുന്നത്.
അതെ, കോണ്ടിനെൻ്റൽ ടയേഴ്സ് തന്നെയാണ്. 195, 55, R15 ടയേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ 90 bhp ആണ് ഈ വണ്ടിയുടെ പവർ. നമ്മുടെ ORVMs നോർമൽ ORVMs ആണ്. അതിൻ്റെ മണ്ടയ്ക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിറേഴ്സ് എക്സ്ട്രാ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ വേറെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ മുകളിൽ നമുക്ക് ആ ഒരു സൈക്കിൾ ക്യാരിയർ അല്ലെങ്കിൽ റാക്ക് പോലത്തത് ക്രോസ് ബാർ ഫിക്സ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ജസ്റ്റ് ഒരു സ്പോർട്ടി സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ കിറ്റ് നമ്മളെ കണ്ട സൈഡിൽ നമ്മുടെ ആ ഒരു ഫ്ലോർ ഇതുണ്ടല്ലോ, അത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ ബമ്പർ ലിപ്പൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എക്സ്ട്രാ കിറ്റ് ചെയ്യുന്ന പോലെ ചെയ്തേക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ആ ഫ്രണ്ടിലെ ബമ്പറിലും കാണാം, ആ ഒരു പോർഷനൊക്കെ എക്സ്ട്രാ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ബാക്കിലേക്ക് വരുവാണെങ്കിൽ അലോയ് വീസിൻ്റെ ഭംഗി, ആ ടയറിൻ്റെ ഭംഗിയൊക്കെ കാണാം. അതുപോലെ തന്നെ ബാക്ക് ബമ്പറിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു കിറ്റ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്പോയിലർ ലുക്കിലുള്ള ആ ഒരു ബമ്പറിൻ്റെ ആ ഭാഗം ലിപ്പ് പോലെ ഇരിക്കുന്ന ബമ്പറിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാം. മുകളിൽ സ്മോക്ക് ടെയിൽ ലാംപ്സ്, സെൻസേഴ്സ് എല്ലാം എക്സ്ട്രാ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്. ഇത് നമ്മുടെ ഓണറിൻ്റെ സ്ഥാപനത്തിൻ്റെ ലോഗോയാണ്. ഓട്ടോ ഫാസ്റ്റ് ആണ്, മോഡിഫൈഡ് സൊസൈറ്റി എന്ന് പറയുന്നത്, ടീം ഓട്ടോ ഫാസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, അരുൺ വാഹനത്തിൻ്റെ ഉടമ ഓട്ടോ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗ്യാരേജ് ഉണ്ട്. അത്യാവശ്യം നല്ല സർവീസാണ് എല്ലാ വാഹനങ്ങളെ പറ്റിയും. ഇതാണ് അപ്പോൾ വാഹനത്തിൻ്റെ വെളിയിലുള്ള കാഴ്ച. ഭയങ്കര കളർ വെച്ച് നോക്കുവാണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. കണ്ട, അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറൂടെ ഒന്ന് കാണാം. വണ്ടിയുടെ അകം കൂടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേക്ക് കാണാം. വെളിയിലെ മാറ്റങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്കറിയാം ഒരു വണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടിനെ പറ്റി നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. അകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കസ്റ്റം മെയ്ഡ് സീറ്റ്സ് തന്നെയാണ്. സീറ്റ്സ് കസ്റ്റം ചെയ്തേക്കുന്നതാണ്. നല്ല കംഫർട്ടബിൾ സീറ്റാണ്, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. കണ്ടോ, സീറ്റെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ലംബോ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട്, ഹെഡ് സപ്പോർട്ട് നല്ലതായിട്ടുണ്ട്. ആംറസ്റ്റ് എക്സ്ട്രാ ഘടിപ്പിച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈവ് ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ ഡോർ പാനലുകളുടെ കാര്യം ഉണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലെതർ പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഭംഗിയായിട്ട് റാപ്പ് ചെയ്തിരിക്കുന്ന ഡോർ പാനലുകളാണ്. ഇതൊക്കെയാണ് ഫ്രണ്ടിലെ കാഴ്ചകൾ. ഗിയർ നോബ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നോർമൽ. ബാക്കിലെ കാഴ്ചകളും കൂടെ കാണിക്കാം നമ്മൾ. ഇത് നമ്മുടെ സാധന സാമഗ്രികളാട്ടോ, നമ്മുടെ ടൂൾസാണ്, ക്യാമറയും കാര്യങ്ങളൊക്കെ. ഇതാണ് ബാക്കിലെ സീറ്റ്സ്. ഡോർ പാനലും കാണാം. ശരിക്കും ഒരു ലക്ഷറി കാറിനകത്തെ സീറ്റുകൾ കാണുന്നൊരു ഫീൽ നിൽക്കില്ലേ. ശരിക്കും ലക്ഷറിയാണ് ഇതിൻ്റെ സീറ്റ്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. സൗണ്ട് സിസ്റ്റം എക്സ്ട്രാ ചെയ്തിട്ടുള്ള സോണിയുടെ ആമ്പ് നിങ്ങൾക്ക് കാണാം, സ്പീക്കേഴ്സ്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയെക്കുറിച്ച് പറയാൻ. പെട്രോൾ ഹെഡ്സിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പെട്രോൾ ഹെഡുകൾ, അതായത് പെട്രോൾ വണ്ടി ഭ്രാന്തന്മാരുടെ എക്കാലത്തെയും ഒരു സ്വപ്നമാണ് ഹോണ്ടയുടെ ഈ മോഡൽ വണ്ടികളെന്ന് പറയുന്നത്. കാരണം ആൾട്ടർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അതോടൊപ്പം തന്നെ പെർഫോമൻസ് വൈസ് അപ്ഗ്രേഡ് ചെയ്യാനും എല്ലാം ഈ വണ്ടി നല്ല ഒരു ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക്. ഞാൻ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു, വെറുതെ വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പം നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു, പീസ്, ലവ് യു ഓൾ.